Hello, welcome back. ഫസ്റ്റ് സെമസ്റ്റർ BA BSc ഡിഗ്രി കുട്ടികളുടെ പ്രോസ് ആൻഡ് ഡ്രാമ പേപ്പർ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും കവറായി. നമ്മൾ ഇൻട്രൊഡക്ടറി വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഈ പ്രോസ് ആൻഡ് ഡ്രാമ പേപ്പർ അതിൻ്റെ കോഡ് HIN1A07. അതിൻ്റെ രണ്ട് ടെക്സ്റ്റാണ് അതിലുള്ളത്. ഒന്ന് ഗദ്യതാര, ഒന്ന് സക്കുബായി. ഈ ഗദ്യതാരയും സക്കുബായിയും ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഡ്രാമ ടെക്സ്റ്റിൽ നിന്ന് എന്തൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അതിൽ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അലോങ് വിത്ത് ദ സിലബസ് അവർ തന്നിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങളുടെ സീനിയേഴ്സ് കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ എഴുതിയ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ. അത് രണ്ടുമാണ് നമ്മൾ ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ മെയിൻ ഉദ്ദേശം ഈ സക്കുബായി എന്ന ഡ്രാമ, ആ ടെക്സ്റ്റ്, അതിന് എത്രമാത്രം വെയിറ്റേജ് കൊടുക്കുന്നു, അവർ എത്ര ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം, ഈ രണ്ട് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് വരുന്നത് പാറ്റേണിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, ഏതെങ്കിലും ടെക്സ്റ്റിന് കൂടുതൽ വെയിറ്റേജ് ഉണ്ടോ, അതൊരു കമ്പാരിസൺ കൂടിയാകാം, പ്ലസ് ഒരു ക്വിക്ക് റിവിഷൻ കൂടിയാകാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നാച്ചുറലി രണ്ട് ടെക്സ്റ്റിലെയും ക്വസ്റ്റ്യൻസ് കാണും. നമ്മൾ ഇന്ന് സക്കുബായിയുടെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഫസ്റ്റ് സെം കുട്ടികളാണ്, ആദ്യമായിട്ടാണ് യൂണിവേഴ്സിറ്റി എക്സാം അപ്പിയർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫെമിലറൈസ് ചെയ്യുന്നതും വളരെ അത്യാവശ്യമാണ്. ഏതൊരു എക്സാമിന് മുമ്പ് നിങ്ങൾ അത് എങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ്, ഡ്യൂറേഷൻ എത്രയാണ്, മാക്സിമം മാർക്സ് എത്രയാണ്, അതെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എക്സാം എഴുതാൻ പോകുമ്പം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആദ്യം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് ആദ്യത്തെ ജോലി. അതിൻ്റെ കോഡാണ് HIN1A07. കാരണം പല പ്രാവശ്യവും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തെറ്റി വിതരണം ചെയ്ത് എക്സാം തുടങ്ങിക്കഴിഞ്ഞ് പിന്നീടാണ് അറിയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ തെറ്റി. ചിലരാണ് എക്സാം കഴിഞ്ഞും അറിയില്ല. കാരണം പഴയ സിലബസിൻ്റെ ക്വസ്റ്റ്യൻസ് കാണും, ചിലപ്പോൾ സെയിം ടോപ്പിക്സൊക്കെ മിക്സായി വരും, അപ്പോൾ കുട്ടികൾ അറിയില്ല. അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഫെമിലറൈസ് ആവുക. പ്രോസ് ആൻഡ് ഡ്രാമ 80 മാർക്സാണ് മാക്സിമം. 2.5 മണിക്കൂർ പരീക്ഷയാണ്. പാർട്ട് എ, നിങ്ങളുടെ ഫസ്റ്റ് പാർട്ട് എ, യു ഹവ് ഗോട്ട് 15 ക്വസ്റ്റ്യൻസ് ഇൻ ഓൾ. ടോട്ടൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. യു ആർ ഫ്രീ ടു ആൻസർ ഓൾ ഓഫ് ദം. ഇതൊരു പുതിയ പാറ്റേൺ ആണ്. യു ആർ ഫ്രീ ടു ആൻസർ ഓൾ ദ 15 ഓഫ് ദം. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 മാർക്സ്. Even if you attend all the 15 questions, you are not going to score 30 marks. അതാണ് അതിൻ്റെ ഒരു 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 15 വേണേൽ അറ്റൻഡ് ചെയ്യാം. പക്ഷേ 15 അറ്റൻഡ് ചെയ്തെന്നും വെച്ച് ഓരോ ക്വസ്റ്റ്യൻ 2 മാർക്സാണ് ക്യാരി ചെയ്യുന്നത്, നിങ്ങൾക്ക് 30 മാർക്സ് കിട്ടത്തില്ല. അതിനൊരു ക്യാപ്പിംഗ് ഉണ്ട്. 25 മാർക്സാണ് മാക്സിമം പാർട്ട് എ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് എന്താണ്, നിങ്ങളൊരു 10-13 ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അതല്ല, നിങ്ങൾക്ക് പാർഷ്യലായിട്ട്, ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസിന് സബ് ഡിവിഷൻസ് കാണും, അപ്പോൾ പാർഷ്യലായിട്ടേ അറിയുള്ളെങ്കിൽ അതും എല്ലാം അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സ്കോർ നിങ്ങൾക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് 25 മാർക്സ് മാക്സിമം സ്കോർ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇതിൽ പാർട്ട് എയിൽ ക്വസ്റ്റ്യൻ നമ്പർ 1, 7, 8, 13 ആൻഡ് 14 ഈ 5 ക്വസ്റ്റ്യൻസ് സക്കുബായി എന്ന ടെക്സ്റ്റിൽ നിന്നാണ്. 15 ക്വസ്റ്റ്യൻ ഉള്ളതിൽ 5 ക്വസ്റ്റ്യൻ മാത്രമേ സക്കുബായി എന്ന ടെക്സ്റ്റിൽ നിന്നുള്ള. അപ്പോൾ നാച്ചുറലി ബാക്കി 10 ക്വസ്റ്റ്യൻസ് ഗദ്യതാരയിൽ നിന്നാണ്. അപ്പോൾ പാർട്ട് എയിൽ ഗദ്യതാര ടെക്സ്റ്റിനാണ് വെയിറ്റേജ് കൂടുതൽ കാണുന്നത്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ യൂഷ്വലി അവർ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. അതിനാണ് അവർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നത്. അപ്പം സക്കുബായി എന്ന ടെക്സ്റ്റിൽ നിന്ന് യു ക്യാൻ എക്സ്പെക്റ്റ് 5 ക്വസ്റ്റ്യൻസ്. അത് 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്, എന്നുവെച്ചാൽ ഷോർട്ട് ആൻസേഴ്സ് ആണ്. Now let's go through the questions. First one, सकुबाई के रचयिता कौन है? इस नाटक की विशेषता क्या है? വളരെ സമയമെടുത്താണ് ഞാൻ ഇതിന് വീഡിയോസ് ചെയ്തത്, വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് ആ വീഡിയോസ് 10 എപ്പിസോഡ്സാണ്. കാണുന്നവർക്ക് പിന്നീട് ഇതിലൊരു ഡൗട്ട് വരേണ്ട കാര്യമില്ല. വളരെ സിമ്പിളാണ്. അവരുടെ പടം സഹിതം, അവരുടെ ഇൻ്റർവ്യൂ സഹിതം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രചയിത നാദ്ര സഹീർ ബബ്ബറാണ്.
അപ്പം ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് യു ക്യാൻ ജസ്റ്റ് റൈറ്റ് സക്കുബായി കെ രചയിത നാദ്ര സഹീർ ബബ്ബർ ഹെ. ബട്ട് കുറച്ചുകൂടെ ഒരു പെർഫെക്റ്റ് ആൻസർ ഇങ്ങനെയാകാം, സംഗീത് നാടക് അക്കാഡമി വിന്നർ നാദ്ര സഹീർ ബബ്ബർ ജി സക്കുബായി കി രചയിത ഹെ. അത് കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് വാല്യൂ ചെയ്യുന്ന ടീച്ചറിൻ്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതങ്ങനെ എഴുതാം. പിന്നെ നാടക് കി വിശേഷത ക്യാ ഹെ. നാടക് കി വിശേഷത എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഒറ്റ സെൻറ്റൻസിൽ നമ്മൾ ഈ നാടകത്തിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അത് വളരെ ഷോർട്ടായിട്ട് എഴുതുകയാണെങ്കിൽ എന്താ പറയാണ്, കാം വാലി ബായിയോं की ज़िंदगी के खट्टे मीठे അനുഭവവും സേ പരിചയ കറാന. അതാണ് ഈ നാടകത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷത എന്ന് പറയാം. കാരണം അതിന് മുമ്പ് അങ്ങനെ ജോലിക്കാരികളുടെ ജീവിതം വെച്ചുകൊണ്ടുള്ള കഥകളോ നോവലോ നാടകമോ ഒന്നും തന്നെ അധികം എഴുതപ്പെട്ടിട്ടില്ല. അതൊന്ന് എഴുതാം. കുറച്ചുകൂടി ബെറ്റർ വേർഡ്സിൽ പറഞ്ഞാൽ നൗകറാനിയോं की ज़िंदगी से रूबरू कराना इस नाटक की विशेषता है. ജോലിക്കാരികളുടെ ലൈഫ് നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടുക. അപ്പോൾ പിന്നീട് നമ്മൾ ജോലിക്കാരികളോട് നമ്മളുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തുക. ഇതാണ് ഈ നാടകത്തിൻ്റെ വിശേഷത. तो सकुबाई के रचयिता कौन है? नादरा सहीर बब्बर. और यू कैन राइट संगीत नाटक अकेडमी विनर नादरा सहीर बब्बर जी सकुबाई की रचयिता हैं. अगर नाटक की विशेषता क्या है? नौकरानियों की ज़िंदगी से परिचय कराना, उनके खट्टे मीठे अनुभवों से परिचय कराना और उनके प्रति हमारा दृष्टिकोण बदलना, ये नाटक की विशेषता है. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് എഴുതേണ്ട കാര്യമില്ല. ബട്ട് ഒരു 3-4 സെൻറ്റൻസ് എഴുതുന്നത് നല്ലതായിരിക്കും എപ്പോഴും. വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7th വൺ ആണ്. നോക്കൂ, സക്കുബായിക്ക് മാ ബാപ്പ് കോൺ ഹെ. സക്കുബായിയുടെ അച്ഛനും അമ്മയും ആരായിരുന്നു? അപ്പം ഞാൻ എൻ്റെ എപ്പിസോഡ്സിൽ ഉപയോഗിച്ച 2 പിക്ചേഴ്സ് വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം, പെട്ടെന്ന് റിലേറ്റ് ചെയ്യാം. ഇവരുടെ മാ ബാപ്പ് കോൺ थे? महाराष्ट्र के गांव में खेती करने वाले ലോക് थे इनके മാ ബാപ്പ്. അപ്പം മാ ബാപ്പ് ആരാന്ന് ചോദിച്ചാൽ നാച്ചുറലി പേരും കൂടെ മെൻഷൻ ചെയ്യണം. മാതാ കാ നാം ലക്ഷ്മി ബായി തുകാറാം ജാംഡെ. ലക്ഷ്മി ബായി ആയിരുന്നു അമ്മ. और पिता का नाम तुकाराम जामडे. ये कहाँ के रहने वाले थे? महाराष्ट्र के एक छोटे से गांव में रहने वाले थे. अदान सकुबाई के माता पिता. नेक्स्ट 8th क्वेश्चन, സക്കുബായി മുംബൈ कैसे पहुंची. എങ്ങനെയാണ് സക്കുബായി, മഹാരാഷ്ട്രയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ താമസിച്ചിരുന്ന സക്കുബായി എങ്ങനെയാണ് മുംബൈ എന്ന പട്ടണത്തിൽ എത്തിപ്പറ്റിയത്? നോക്കൂ, ശ്രദ്ധിക്കൂ, ഇത് കേസെ പോഹഞ്ചിയാണ് ചോദിച്ചത്. എങ്ങനെ എത്തിയെന്ന്, ക്യോ പോഹഞ്ചി എന്നല്ല ചോദിക്കുന്നത്, എന്തിനെത്തിയെന്നല്ല ചോദിക്കുന്നത്. എന്തിനെത്തി എന്നുള്ള ചോദ്യം ജോലി തേടിയാണ് വന്നത്. ക്യോ പോഹഞ്ചി എന്ന് അതിനാണ് ഉത്തരം. പക്ഷേ ക്യോ പോഹഞ്ചി എന്ന് ചോദിച്ചാൽ അതാണ് ഉത്തരം, ജോലി തേടി വന്നു. കേസെ പോഹഞ്ചി എന്ന് വെച്ചാൽ ആരുടെ കൂടെ എങ്ങനെ എത്തിയെന്നുള്ളതാണ്. അത് മാമ ഓർ നാനി കെ സാത്ത് പോഹഞ്ചി മുംബൈ. അവരുടെ അമ്മാവനും അമ്മൂമ്മ, അമ്മയുടെ അമ്മ നാനി, അവരുടെ കൂടെയാണ് മുംബൈ എത്തിയത്. नेक्स्ट क्वेश्चन 13th वन, സക്കുബായി की पारिवारिक स्थिति कैसे थी. സക്കുബായിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? ഇതല്പം ഒരു കൺഫ്യൂഷൻ ഉളവാക്കുന്നൊരു ചോദ്യമാണ്. കാരണം നമുക്ക് തോന്നും സക്കുബായിയുടെ പാരിവാരിക സ്ഥിതി എന്ന് പറയുമ്പോൾ സക്കുബായി കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അവരുടെ ഫാമിലി സിറ്റുവേഷൻ ആണോ ചോദിക്കുന്നത്, അതോ സക്കുബായി മാരേജ് കഴിഞ്ഞ് ഒരു കുട്ടിയുടെ അമ്മയായി, ഒരു ഭാര്യയായി, ആ സമയത്തുള്ള പാരിവാരിക സ്ഥിതിയാണോ എന്നുള്ളൊരു ക്ലാരിറ്റി കുറവുണ്ട്. നിങ്ങൾ ഏതെഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ സക്കുബായിയുടെ പാരിവാരിക സ്ഥിതി ആസ് സച്ച് ഒരു നിമ്നവർഗീയ പരിവാറാണ്. രണ്ടായാലും ശരി തന്നെ. ഗരീബ് थे, പാവപ്പെട്ടവരായിരുന്നു. ബാല്യകാലത്തിലായിരുന്നെങ്കിൽ खेती करने वाले, लेकिन पिता का हाथ टेढ़ा था, इसलिए उनकी पारिवारिक स्थिति बहुत ख़राब थी. അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന ചെയ്യുന്ന ജോലി അനുസരിച്ച് കാശ് കിട്ടുന്നില്ലായിരുന്നു. വലിയതായി കഴിഞ്ഞ് സക്കുബായി की पारिवारिक स्थिति, पति किसी और स्त्री के साथ जाता था. അപ്പോൾ അതൊരു പാരിവാരിക സ്ഥിതിയാണ്. फिर बेटी अच्छी तरह पढ़ती थी. निम्नवर्गीय सकुबाई दूसरों के घर में काम करती थी और पैसा कमाती थी, लेकिन फिर बेटी
കോളേജ് में जाने लगी അതൊക്കെ അത് അവരുടെ പാരിവാരിക സ്ഥിതിയാണ്. അപ്പോൾ ഏത് പാരിവാരിക സ്ഥിതിയാണെന്ന് ആക്ച്വലി ക്ലിയർ അല്ല. എന്തായിരുന്നാലും അവർ നിമ്നവർഗീയ സ്ഥിതിയായിരുന്നു. 14th क्वेश्चन, सकुबाई रॉकी बाबा की देखभाल कैसे करती है? ഈ റോക്കി ബാബ ആരാണ്? മിസ്റ്റർ ആൻഡ് മിസ്സസ് കപൂറിൻ്റെ ഫ്ലാറ്റിലാണ്, അതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, അവരുടെ ഫ്ലാറ്റിലാണ് സക്കുബായി ജോലി ചെയ്തിരുന്നത്. ഈ ഡ്രാമ തുടങ്ങുന്നത് അവിടെ നിന്നാണ്, ആ ഫ്ലാറ്റിൽ നിന്നാണ് ഈ നാടകം തുടങ്ങുന്നത്. അപ്പോൾ അവിടുത്തെ മകനാണ് റോക്കി. ഇപ്പം റോക്കീനെ എങ്ങനെയൊക്കെയായിരുന്നു സക്കുബായി ദേഖ്ഭാൽ ചെയ്തിരുന്നത്? 8 साल का റോക്കി, 8 വയസ്സുള്ള റോക്കിയായിരുന്നു. वो उसको दूध पिलाती, खाना खिलाती. അപ്പോൾ दूध पिलाना और खाना खिलाना അത്ര സിമ്പിൾ കാര്യമല്ല റോക്കീനെ സംബന്ധിച്ച്. കാരണം അതിൽ പറയുന്നത് പേജ് 19 ഈ റോക്കിയെ പറ്റി മെൻഷൻ ചെയ്യുന്നത്. ഞാൻ പേജ് നമ്പേഴ്സ് കൂടെ കോട്ട് ചെയ്ത് പോവാണ്, കാരണം നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ എളുപ്പമായിരിക്കും. പേജ് 19 പറയുന്നത് 8 വയസ്സുള്ള റോക്കി. അപ്പോൾ അത് ഓടി നടക്കുന്നൊരു കുട്ടിയാണ്. എപ്പോഴും ക്രിക്കറ്റും ടി വിയും ഇത് തന്നെ റോക്കിയുടെ ലൈഫിൽ. അപ്പോൾ റോക്കിയുടെ പുറകെ നടക്കണം, പാല് കുടി അല്ലെങ്കിൽ ഭക്ഷണം കഴി, പിന്നെ ട്യൂഷന് കൊണ്ടുവിടണം, ട്യൂഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്തുകൊണ്ട് വരണം. ഇങ്ങനത്തെ ഒക്കെ ജോലികളായിരുന്നു റോക്കിയെ സംബന്ധിച്ച് സക്കുബായി ചെയ്തിരുന്നത്. അപ്പോൾ അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യും? സക്കുബായി रॉकी बाबा की देखभाल कैसे करती थी? सकुबाई रॉकी बाबा को दूध पिलाती थी, खाना खिलाती थी, ट्यूशन के लिए ले जाती थी और वहाँ से वापस लेकर आती थी, और मिस्टर एंड मिसेस कपूर के वापस आने तक घर में रॉकी की देखभाल करती थी. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പാർട്ട് എ. ഇപ്പോൾ നമ്മൾ പാർട്ട് എയിൽ കണ്ട് 15 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 5 ക്വസ്റ്റ്യൻസാണ് സക്കുബായി എന്ന ഡ്രാമ ടെക്സ്റ്റിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ പാരലായിട്ട് പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കൊന്ന് പോകാം. 2019 ക്വസ്റ്റ്യൻ പേപ്പറാണിത്. നോക്കൂ, 15 ക്വസ്റ്റ്യൻ പാർട്ട് എയിലുണ്ട്. അതിലും 5 ക്വസ്റ്റ്യനാണ് അവർ സക്കുബായിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പാറ്റേൺ പ്രോപ്പർലി ഫോളോ ചെയ്തിട്ടുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് പാറ്റേൺ ആണോ പറഞ്ഞിരിക്കുന്നത് അതേ വെയിറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 മാർക്സ് ക്വസ്റ്റ്യൻസ് 5 എണ്ണമാണ് സക്കുബായിൽ നിന്ന് യൂണിവേഴ്സിറ്റി എക്സാമിനും ചോദിച്ചിരിക്കുന്നത്. അതിൽ 10th വൺ നോക്കിയേ, സക്കുബായി നാടക का रचनाकार कौन है और സക്കുബായി की माँ का नाम क्या है? ഇങ്ങനെ ഒരു ക്വസ്റ്റിനിൽ തന്നെ സബ് ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു പാർട്ട് അറിയില്ലെങ്കിലും എഴുതണം കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷനാണ് ഇതിലുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാമെന്നുള്ളൊരു കാര്യമുള്ളത് കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാർട്ട് അറിയില്ലെങ്കിലും അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നാടക രചനാക്കാർ നാദ്ര സഹീർ ബബ്ബർ, മാ കാ നാം മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. അത് ലക്ഷ്മിബായി തുക്കാറാം. പിന്നെ നെക്സ്റ്റ് സക്കുബായിയുടെ 12th ക്വസ്റ്റ്യൻ, തൂ പാഠശാല ജായേഗി. അപ്പോൾ ഇത് നോക്കൂ, ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് അല്പം ആ ടെക്സ്റ്റ് നല്ലപോലെ ഗോ ത്രൂ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് നല്ലപോലെ കണ്ടവർക്കേ അത് ഫോളോ ചെയ്യാൻ ഒക്കുള്ളൂ. ഡയലോഗ്സ് ചോദിച്ചിട്ട് അനോട്ടേഷൻ ടൈപ്പ് ചോദിച്ചിരിക്കുകയാണ്. നോക്കൂ, 12th ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, തൂ പാഠശാല ജായേഗി, तू पाठशाला जाएगी तो घर का काम कौन करेगा? यह प्रसंग किस रचना से उद्धृत है? यह प्रसंग कौन किससे कहता है? നോക്കൂ, 2 ചോദ്യമാണ് ഇതിലുള്ളത്. ഈ ഒരു ഡയലോഗ് ഏത് രചനയിൽ നിന്നാണ്? ഇത് ആരോട് പറയുന്നു? അപ്പോൾ ഇത് ഫസ്റ്റ് വൺ, ഇതിൻ്റെ ആൻസർ സക്കുബായി എന്ന നാടകത്തിൽ നിന്നാണിത്. ആരോട് പറയുന്നു? ശകുന്തള കി മാ ലക്ഷ്മിബായി പറയാണ്. ആരോട് പറയാണ്? ശകുന്തളയോട് പറയാണ്. എനിക്ക് സ്കൂളിൽ പോകണം എന്ന് ബ്രദറിനെ വിടുന്നത് പോലെ എനിക്കും സ്കൂളിൽ പോകണം എന്ന് വാശി പിടിച്ചപ്പോൾ അമ്മ പറഞ്ഞ ഡയലോഗാണ്, തൂ പാഠശാല ജായേഗി, നീ സ്കൂളിൽ പോവുകയാണെങ്കിൽ വീട്ടിലെ ജോലിയൊക്കെ ആര് ചെയ്യും എന്ന് പറഞ്ഞൊരു അടിയും കൂടെ കൊടുക്കുകയാണ്. അതാണ് ക്വസ്റ്റ്യൻ 12th. 13th ക്വസ്റ്റ്യൻ നോക്കൂ, സക്കുബായിക്ക് പതി കാ ക്യാ നാം ഹെ, വഹ ക്യാ കാം കർത്താ था. ഇതിലും 2 സബ് ഡിവിഷൻ ഉണ്ട്. പതി കാ നാം യശ്വന്ത് ഘാഗ്, പതി കാ നാം. ക്യാ കാം കർത്താ था സക്കുബായി കാ പതി? അത് പേജ് 33 സക്കുബായി കാ പതി യശ്വന്ത്
थाने की चुंगी पर काम करता था. പേജ് 33 യശ്വന്തിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ റെഫർ ചെയ്യേണ്ടവർക്ക് അത് ഡീപ്പായിട്ട് റെഫർ ചെയ്യാം. 14th ക്വസ്റ്റ്യനും സക്കുബായി റിലേറ്റഡ് ആണ്. मेरी आई ने मुझे बहुत समझाया और कसम दी कि मामा वाली बात मैं किसी से ना कहूँ. इस प्रसंग में मैं कौन है और मामा वाली बात क्या है. അഗെയിൻ അനോട്ടേഷൻ ടൈപ്പ് ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലും ഡീപ്പ് റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ട്. मेरी आई ने मुझे बहुत समझाया और कसम दी कि मामा वाली बात मैं किसी से ना कहूँ. ഇതെന്ത് സന്ദർഭത്തിലാണ്? സക്കുബായിയുടെ സ്വന്തം അമ്മാവൻ സക്കുബായിനെ ശകുന്തളയുടെ സ്വന്തം അമ്മാവൻ ശകുന്തളേനെ റേപ്പ് ചെയ്യും. ആ ഒരു എപ്പിസോഡ് അമ്മ അറിയുന്നു. എന്നിട്ട് അമ്മാവൻ തന്നെയാണ് ചെയ്തത് കാരണം വീട്ടിൽ പോലും പറയാനൊക്കാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ അമ്മ കുട്ടിയെ വിലക്കുകയാണ്, വേറെ ആരോടും ഇത് പറയാൻ പാടില്ല. ഇസ് പ്രസംഗ് മേ മേ കോൻ ഹേ. ഈ മേ ആരാണ്? മാമാ വാലി ബാത്ത് മേ കിസി സെ നാ കഹൂ. ഞാൻ അവിടെ ശകുന്തളയാണ്. മാമാ വാലി ബാത്ത് എന്താണ്? അമ്മാവൻ ബലാത്സംഗം ചെയ്ത ആ ഒരു കാര്യം ആരോടും പറയാൻ പാടില്ല. അപ്പോൾ 15th क्वेश्चन, സക്കുബായി ने अपनी बेटी का नाम साइली क्यों रखा. ഇതും നല്ലപോലെ ടെക്സ്റ്റ് വായിച്ചാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അത് പേജ് 34 അതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ സക്കുബായി സായിബാബയുടെ വലിയ ഭക്തയായിരുന്നു. അപ്പോൾ അവരുടെ മകൾ ജനിച്ചത് സായിബാബ കെ ദിൻ. അതിങ്ങനെയാണ് പറയുന്നത്, ഉസ്കി ബേട്ടി കാ ജന്മ സായിബാബ കെ ദിൻ യാനി ഗുരുവാർ കോ ഹുയി थी, इसलिए उसका नाम സായിലി रखा. സായിബാബയുടെ പുണ്യ ദിനത്തിൽ തന്നെയാണ് ശകുന്തളയ്ക്കും മകളുണ്ടായത്. ശകുന്തള സായിബാബയുടെ വലിയ ഭക്തയായിരുന്നു. അതുകൊണ്ട് തൻ്റെ മകൾക്ക് സായിലി എന്ന് പേരിട്ട്. അത് പേജ് 34 വേണ്ടവർക്ക് റെഫർ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ 2 ക്വസ്റ്റ്യൻ പേപ്പർ പാരലലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ആദ്യം യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും, രണ്ടാമത്തേത് നമ്മൾ ഒറിജിനൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ വർഷത്തെ. അപ്പോൾ രണ്ടിലും നമ്മൾ കണ്ടത് പാർട്ട് എയിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 15 ക്വസ്റ്റ്യൻസിൽ 10 ക്വസ്റ്റ്യൻസ് ഗദ്യതാരയുടെ ടെക്സ്റ്റിൽ നിന്നും 5 ക്വസ്റ്റ്യൻ സക്കുബായി എന്ന ടെക്സ്റ്റിൽ നിന്ന്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ശരിക്കും ഡീപ്പായിട്ട് ഡ്രാമ ശരിക്കും വായിക്കുന്നവർക്കേ അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ഡീപ്പായിട്ട് റീഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വീഡിയോസ് കാണുക, അത് കഴിഞ്ഞ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് വരിക. അപ്പം നമ്മൾ ഈ ഒരു പ്രോസ് ആൻഡ് ഡ്രാമ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് എ ആണ് ഇപ്പോൾ കണ്ടത്, ഡിസ്കസ് ചെയ്തത്. ഡ്രാമയിലെ പാർട്ട് എ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് എയിലെ 15 ക്വസ്റ്റ്യൻസും നോക്കി, അതിലെ സക്കുബായിയുടെ ക്വസ്റ്റ്യൻസ് നോക്കി. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെയും പാർട്ട് എ നമ്മൾ നോക്കി. ഇനി നമ്മൾ പാർട്ട് ബിയിലേക്ക് വരികയാണെങ്കിൽ there are 8 questions in all. You are free to attend all the 8 questions. പാർട്ട് എ പോലെ തന്നെ പാർട്ട് ബിയിലും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 5 മാർക്സ്. 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ഡീറ്റെയിലായി എഴുതണം. ഇവിടെയും ക്യാപ്പിംഗ് ഉണ്ട്. 5 മാർക്ക് ക്വസ്റ്റ്യൻ 8 എണ്ണം എഴുതിയെന്നും പറഞ്ഞ് 40 മാർക്ക് കിട്ടത്തില്ല. 35 മാർക്സാണ് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ 16th ക്വസ്റ്റ്യൻ സക്കുബായി കാ ചരിത്രഗത് വിശേഷതയാണ്, ക്യാരക്ടർ. ഈ സെയിം ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി എക്സാമിനും പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാമിനും ചോദിച്ചു. അപ്പം നമുക്കതുകൊണ്ട് അവിടെ ഡിസ്കസ് ചെയ്യാം. സക്കുബായി കാ ക്യാരക്ടർ സ്കെച്ച്, അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതിൻ്റെ നായിക സക്കുബായി ആണ്. ഹോൾ ഡ്രാമയിലെ മെയിൻ ക്യാരക്ടർ സക്കുബായി ആണ്. അപ്പോൾ അതൊരു അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രതീക്ഷിക്കാം തീർച്ചയായും. 22nd ക്വസ്റ്റ്യൻ സക്കുബായി നോക്രാനി കേസേ ബനി. എങ്ങനെയാണ് അവരൊരു ജോലിക്കാരിയായി മാറിയത്? വളരെ സ്വാഭാവികമായിട്ടായിരുന്നു അവർ ജോലിക്കാരിയായി മാറിയത്. കാരണം ഉസ്കി മാ दूसरों के घरों में काम करने के लिए जाती थी. कौन थी? शकुंतला की माँ लक्ष्मीबाई जामडे. तो वो मुंबई में आकर दूसरों के घरों में नौकरानी के रूप में काम करने के लिए जाती थी और अपने साथ अपनी बेटी शकुंतला को भी ले जाती थी. അത് നോക്രാനി കേസേ ബനി,
लड़की थी इसीलिए उसे पाठशाला नहीं भेजा जाता था. उसे माँ के साथ ही काम के लिए जाना पड़ता था. അതാണ് സക്കുബായി നോക്രാനി कैसे बनी. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. गरीबी के कारण नौकरानी बनी. गरीबी के कारण अपने परिवार से बिछुड़कर उसे अपने गांव से अलग होकर मुंबई आना पड़ा और वहाँ अपने मामा और नानी के साथ वो रही और अपनी माँ के साथ कई घरों में काम के लिए दिन रात काम के लिए जाती थी. इस प्रकार शकुंतला नौकरानी बनी. അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് 8 ക്വസ്റ്റ്യൻസ് പാർട്ട് ബിയിൽ തന്നതിൽ 2 എണ്ണം മാത്രം സക്കുബായിനെ ബേസ് ചെയ്താണ്. ഇവിടെയും ഗദ്യതാര ടെക്സ്റ്റിനാണ് വെയിറ്റേജ് കൂടുതൽ. 8 ക്വസ്റ്റ്യൻസ് തന്നു, 6 ക്വസ്റ്റ്യൻസ് ഗദ്യതാരയിൽ നിന്നാണ്. അപ്പം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് അതിൻ്റെ പാർട്ട് ബിയിലേക്ക് പോകാം. പാർട്ട് ബിയിൽ എന്താ പ്രത്യേകത? 8 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് ബിയിൽ. 8 എണ്ണവും ആൻസർ ചെയ്യാം, പക്ഷേ ക്യാപ്പിംഗ് കൊണ്ട് 35 മാർക്കേ കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ 8 എണ്ണം എഴുതിയാൽ 40 മാർക്ക് കിട്ടത്തില്ല. 35 മാർക്കാണ് മാക്സിമം ഇത് ക്യാരി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സക്കുബായിനെ പറ്റി 2 ക്വസ്റ്റ്യനേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവേണ്ടത് വെയിറ്റേജ് ഗദ്യതാര എന്ന ടെക്സ്റ്റിലാണ്. 8 ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ 2 എണ്ണം മാത്രമേ സക്കുബായിൽ നിന്ന് പാർട്ട് ബിയിൽ ചോദിക്കുന്നുള്ളൂ. അതിൽ 21st ക്വസ്റ്റ്യൻ നോക്കിയേ. സക്കുബായിക്ക് ചരിത്രഗത് വിശേഷതാവും പർ പ്രകാശ് ഡാലിയെ. വളരെ വിസ്തരിച്ചെഴുതേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ചരിത്രഗത് വിശേഷതായ എന്ന് വെച്ചാൽ അവരുടെ ഒരു ക്യാരക്ടറാണ് ചോദിച്ചിരിക്കുന്നത് സക്കുബായിയുടെ. റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, ബാല്യകാലം തൊട്ട് അവരുടെ ഒരു കാര്യം. അവൾ ചെറിയ പ്രായത്തിലെ ജോലിക്ക് പോകുമായിരുന്നു, ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കുമായിരുന്നു. വിവാഹത്തിന് ശേഷം ഭർത്താവ് വേറൊരു സ്ത്രീയുടെ പുറകിൽ പോകുന്നെന്ന് അറിഞ്ഞിട്ട് കൂടി വളരെ ധൈര്യത്തോടെ കുടുംബജീവിതം നയിച്ചത്. പിന്നെ ഭർത്താവിന് എയ്ഡ്സ് വരുന്നു, അപ്പോഴും ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ശകുന്തളയാണ് നമ്മുടെ ചരിത്രഗത് വിശേഷതയിൽ നമ്മൾ ഇവിടെ കാണുന്നത്. ഈ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജോലി ചെയ്യുന്ന, പിന്നെ ഒരു റൂൺട്ട സാഹബ് എന്ന് പറഞ്ഞൊരു ഹൈ ക്ലാസ് ഫാമിലിയിലും ജോലി ചെയ്ത് അവരുടെ എല്ലാം പ്രത്യേകതകൾ, ജീവിത രീതികളെല്ലാം കണ്ടു വളർന്ന ഒരു പെൺകുട്ടിയാണ് ശകുന്തള. സ്വന്തം അമ്മാവനിൽ നിന്ന് റേപ്പ് ചെയ്യപ്പെടുന്നു. പിന്നെ ഗ്രാമത്തിൽ ഫാമിലി സെപ്പറേറ്റഡ് ആവുന്നു. അച്ഛനും അനിയത്തിയും ഗ്രാമത്തിൽ ആയി പോകുന്നു. ഇവർ അമ്മയായിട്ട്, അനിയനും ഇതും അമ്മയായിട്ട് സിറ്റിയിൽ വരുന്നു, മുംബൈ സിറ്റിയിൽ വരുന്നു. എന്നിട്ട് അവിടെ വന്ന് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് വീടുകളിൽ പറയുന്നുണ്ട്, ഒരുപാട് വീടുകളിൽ ജോലിക്ക് പോകുമായിരുന്നു, രാവും പകലും അധ്വാനിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ചരിത്രഗത് വിശേഷതായ ഒരു ഫൈറ്റിംഗ് ലേഡി, ലൈഫിൽ ഒരിക്കലും തളരാതെ മുന്നോട്ട് പോകുന്ന ഒരു ശകുന്തളയാണ് ഇവിടെ പോർട്രേ ചെയ്തിരിക്കുന്നത്. പിന്നീട് അതാണ് സക്കുബായുടെ ചരിത്രഗത് വിശേഷതായ. പിന്നെ മകള്, ഏറ്റവും എൻഡിൽ മകള്. അപ്പോൾ ഈ ശകുന്തളയുടെ ഒരു ചരിത്രഗത് വിശേഷതായ बचपन में वो पढ़ना चाहती थी, स्कूल जाना चाहती थी, लेकिन वो जा नहीं सकी. लेकिन बड़े होकर वो अपनी बेटी को पढ़ने के लिए भेजती है. അതാണ് ചരിത്രഗത് വിശേഷതയുടെ ഒരു. തൻ്റെ അമ്മ തന്നെ വീട്ടുജോലിക്ക് തള്ളി വിട്ടതുപോലെ ശകുന്തള ഒരിക്കലും തൻ്റെ മകളെ വീട്ടുജോലിക്ക് കൊണ്ടുപോയില്ല. അത് തുടക്കത്തിലെ ശകുന്തള വളരെ വാശി പിടിച്ചിരുന്നു, തൻ്റെ മകളെ ഒരിക്കലും ഒരു ജോലിക്കാരി ആക്കത്തില്ല എന്ന്. അവളെ പഠിക്കാൻ അനുവദിക്കുന്നു. ഇതെല്ലാം शकुंतला की चरित्रगत विशेषताएं हैं. मतलब कि अपने बेटी को पढ़ाती है, वो अपने बेटी को नौकरानी नहीं बनाती. फिर वो एक घर में काम करती है. और അതും ഒരു ചരിത്രഗത് വിശേഷതയാണ്. മിസ്റ്റർ ആൻഡ് മിസ്സസ് കപൂറിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നു. അവിടുത്തെ മിസ്റ്റർ കപൂർ വേറൊരു സ്ത്രീയായിട്ട് അവിഹിത ഒരു റിലേഷൻഷിപ്പ് കാണുന്നു. ആ സമയത്ത് തൻ്റെ മാഡത്തിന്, മിസ്സസ് കപൂറിന് സപ്പോർട്ടായിട്ട് ശകുന്തള പ്രവർത്തിക്കുന്നു. തൻ്റെ മാഡം കരഞ്ഞ് നിലവിളിച്ച് എല്ലാം ഇട്ടുപേക്ഷിച്ച് തൻ്റെ വീട്ടിലേക്ക്, അമ്മയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പം ശകുന്തള പറയുന്നു, നിങ്ങൾക്കൊരു ജോലിയുണ്ട്, നിങ്ങളുടെ ഒരു പാർലറുണ്ട്, നിങ്ങൾക്കൊരു ലൈഫുണ്ട്, നിങ്ങളുടെ കുട്ടികളുണ്ട്, ധൈര്യമായിട്ടത് ഈ വീട് നിങ്ങളുടെയും കൂടാണ്. അങ്ങനത്തെ ഒരു സപ്പോർട്ട് ജോലി ചെയ്യുന്ന വീട്ടിലെ സ്ത്രീക്ക് കൊടുക്കുന്നു. ശകുന്തളയെക്കാളും എഡ്യൂക്കേറ്റഡും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ശകുന്തള ഒരു നിമ്നവർഗീയ പരിവാറിലെ പെൺകുട്ടിയാണ്. എന്നാലും മനോബലം മറ്റ് സ്ത്രീകളെക്കാളും ഒരുപക്ഷെ ശകുന്തളയ്ക്ക് കൂടുതലായിരുന്നു.
അതുകൊണ്ട് തന്നെയാണ് ഒരു ഹസ്ബൻഡിന് എയ്ഡ്സ് വന്നപ്പോഴും ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഹസ്ബൻഡിനെ കൈവിടുന്നില്ല. അതൊരു പ്രത്യേക തരത്തിലൊരു ക്യാരക്ടറാണ്. എങ്കിൽ ഈ വ്യക്തി തുടക്കത്തിൽ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ശകുന്തളയ്ക്ക് വളരെ ബുദ്ധിമുട്ടുളവാക്കിയ സ്വഭാവമായിരുന്നു ഈ യശ്വന്തിന്. എന്നാലും ശകുന്തള ആ ഒരു ഫാമിലിയെ ചേർത്ത് നിർത്തും, അയാളെയും കൂടെ ചേർത്ത് നിർത്തുന്നു. അത് സക്കൂബായിക്ക് ചരിത്രകർ വിശേഷതായ ഹെ. വളരെ വിസ്തരിച്ചെഴുതാം കേട്ടോ. 5 മാർക്ക് എന്ന് പറയുമ്പോൾ നല്ലപോലെ വിസ്തരിച്ചെഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 22nd ക്വസ്റ്റ്യൻ, സക്കൂബായി നാട്ടക് കെ യശ്വന്ത് ഘാ കാ പരിചയ ദീജിയെ. ശകുന്തളയുടെ ഹസ്ബൻഡിനെ പറ്റി ഉള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. യശ്വന്തിനെ പറ്റി പറയുകയാണെങ്കിൽ സൽമാൻ ഖാൻ ജൈസാ ഹാൻസം था എന്നാ പറയുന്ന തുടക്കത്തിൽ. देखने में अच्छा था, लेकिन शादी के बाद शकुंतला के साथ वो बेवफाई करता है. बेवफाई करना എന്ന് വെച്ചാൽ ചതിക്കുക. वो किसी और स्त्री के प्रति आकर्षित होता है, अपना दायित्व नहीं करता. തുടക്കത്തിലൊക്കെ അങ്ങനെയായിരുന്നു. ആ സമയത്ത് ശകുന്തള മാ ബന്തി ഹെ. അപ്പോൾ ആ സമയത്തെല്ലാം യശ്വന്ത് വേറൊരു ലോകത്തായിരുന്നു. ലേക്കിൻ ഫിർ വോ സുധർ ജാത്താ ഹെ. പിന്നീട് ആ പെണ്ണിൻ്റെ ഒരു പ്രഭാവം അയാളുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ യശ്വന്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. അയാൾ ഫാമിലിയെ നോക്കാൻ തുടങ്ങുന്നു, മകളെ പഠിപ്പിക്കണമെന്നുള്ള ആഗ്രഹം അയാൾക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊരു പിന്നെ ശകുന്തളയുടെ അച്ഛന് സുഖമില്ലാതായപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എല്ലാം യശ്വന്താണ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ഇതിനിടയ്ക്ക് ശകുന്തളയുടെ അനിയത്തി വാസന്തി ആത്മഹത്യ കർത്തി ഹെ. നമുക്കറിയാം, അവൾ സൂയിസൈഡ് ചെയ്തു. അവൾക്കൊരു പാസ്റ്റ്, വളരെ ഒരു ഡാർക്ക് പാസ്റ്റായിരുന്നു. അവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലും എല്ലാം ബോഡി ഏറ്റെടുക്കാനും അതിൻ്റെ പോലീസ് നടപടിക്കും എല്ലാം യശ്വന്താണ് പോയത്. തൻ്റെ ഭാര്യയുടെ അനിയത്തി എന്ന നിലയ്ക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തത് യശ്വന്താണ്. പക്ഷേ ട്രാജിക് എൻഡാണ് യശ്വന്തിന്. അന്തമേ പതാ ചൽത്താ ഹെ ഉസേ എയ്ഡ്സ് ഹെ. ആ സമയത്ത് അയാളുടെ അവസ്ഥ വളരെ, അപ്പോഴും അയാളുടെ ചരിത്രഗത വിശേഷത എന്താണ്, അയാളുടെ സെൽഫിഷ്നെസ് വെച്ചിട്ട് ഇവിടെ തന്നെ നിൽക്കത്തില്ല. ശകുന്തളയും മകൾക്കും എയ്ഡ്സ് വരും എന്നുള്ള പേടി കാരണം അയാൾ അങ്ങ് ഗ്രാമത്തിൽ പോകും. എന്നിട്ട് അവിടെ ഇങ്ങനെ ലാസ്റ്റിൽ നമ്മൾ കാണുന്നത് ഒരു പാടത്തൊക്കെ ചെന്ന് വിശന്ന് വലഞ്ഞ് വളരെ ഡിപ്രസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു യശ്വന്തിനെയാണ് കാണുന്നത്. അങ്ങനെയാണ് അയാൾ മരിക്കുന്നത്. അപ്പോൾ താൻ കാരണം ഒരു കുറ്റവും ചെയ്യാത്ത തൻ്റെ മകളും ഭാര്യയും രോഗിയാവരുതെന്ന് യശ്വന്തിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു. तो इसीलिए वो गांव चला जाता है. वो एड्स का मरीज बनता है. वो नहीं चाहता था कि उसकी पत्नी और बेटी को भी एड्स हो, तो इसलिए वो गांव चला जाता है. ये सब യശ്വന്ത് ഘാ की ചരിത്രഗത് വിശേഷതായേ हैं. പാർട്ട് എയും പാർട്ട് ബിയും കഴിഞ്ഞു. ഇനി പാർട്ട് സി ആണുള്ളത്. എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, യു ഹാവ് ടു അറ്റൻഡ് ഓൺലി 2 essays ഔട്ട് ഓഫ് 4. 4 essay തരും, 2 എണ്ണം മാത്രമാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ 2 essay ഇവർ മോഡൽ എക്സാമിന് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 essay ഗദ്യതാരയിൽ നിന്നും 2 essay സക്കുബായിൽ നിന്നുമാണ് തന്നിരിക്കുന്നത്. ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മൾ പാർട്ട് എയിലും പാർട്ട് ബിയിലും കണ്ട് ഗദ്യതാര ടെക്സ്റ്റിനായിരുന്നു വെയിറ്റേജ്. പക്ഷേ പാർട്ട് സിയിലെത്തിയപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈക്വൽ വെയിറ്റേജ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 10 മാർക്സ്. അങ്ങനെ പാർട്ട് സിയിൽ 2 ക്വസ്റ്റ്യനാണ് എഴുതേണ്ടത്, 10 മാർക്സ് ഈച്ച്. സോ യു വിൽ ബി ഗെറ്റിംഗ് 20 മാർക്സ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻസ്. 25th വൺ, സക്കുബായി കി ജീവൻ ഗാഥ. വളരെ വിസ്തരിച്ചെഴുതാവുന്ന ഒരു കാര്യമാണ്. കാരണം എപ്പിസോഡ്സ് കണ്ടിട്ടുള്ളവർ, ടെക്സ്റ്റ് വായിച്ചിട്ടുള്ളവർക്ക് സക്കുബായിയുടെ ജീവൻ ഗാഥയാണത് മുഴുവനും. ബാല്യകാലം തൊട്ടേ ഉള്ള അവരുടെ ലൈഫിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം റൈറ്റ് ഫ്രം ദ ബിഗിനിങ് യു ഹാവ് ടു റൈറ്റ്. കൊച്ചുകുട്ടിയായിരിക്കുമ്പം, ഗ്രാമത്തിലായിരിക്കുമ്പോൾ അവിടെ അച്ഛനും അമ്മയും കഠിനാധ്വാനം ചെയ്യുന്നു. അവിടെ എത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ടും ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കാരണം അമ്മാവൻ്റെയൊക്കെ കൂടെ മുംബൈയിലേക്ക് വരുന്നു. അവിടെ അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്നു. അങ്ങനെ സക്കുബായിയുടെ ലൈഫ് അങ്ങ് എൻഡ് വരെ. മകൾ പഠിക്കുന്നു, സായിലി വലുതാവുന്നു, സായിലി ഒരു വലിയ പോയറ്റാവുന്നു, സായിലിക്ക് അവാർഡ് കിട്ടുന്നു. അങ്ങേ അറ്റം വരെയുള്ള കഥ സക്കുബായിയുടെ ജീവൻ ഗാഥ. ഉസ്കെ ജീവൻ മേ ക്യാ ക്യാ ബീത്ത, അതെല്ലാം അതിൽ എഴുതാം. ഉസ്കി ഷാദി ഹുയി, उसके पति यशवंत घा के बारे में, और उसकी वो जहाँ जिस घर में काम के लिए जाती थी, कपूर फैमिली के बारे में, अदेल्लाम एഴുതാം. 26th क्वेश्चन, मध्यवर्गीय महानगरीय जीवन का कौन सा पहलू सकुबाई में कैसे प्रकट हुआ है? ഇത് അല്പം
ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. മധ്യവർഗീയ മഹാനഗരീയ ജീവൻ കാ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു മുംബൈ മഹാനഗറിലെ ലൈഫാണ് ഇതിൽ പറയുന്നത്. മഹാനഗരീയ ജീവൻ ഇവിടെ മുംബൈയിലെ ലൈഫാണ്. അതിൽ തന്നെ 2 കാറ്റഗറി ആൾക്കാരുടെ ലൈഫാണ് പറയുന്നത്. ഒന്ന് നിമ്നവർഗീയ, അതാണ് ശകുന്തളയുടെ ഫാമിലി. പിന്നെ മധ്യവർഗീയ. അപ്പം നിമ്നവർഗീയ ലൈഫാണെങ്കിൽ ശകുന്തളയും യശ്വന്തും ശകുന്തളയുടെ അമ്മ അച്ഛൻ അവരെല്ലാം നിമ്നവർഗിൽ പെട്ടതാണ്. മധ്യവർഗീയ ജീവൻ എന്ന് ഉദ്ദേശിക്കുന്നത് കപൂർ കുടുംബത്തിലെയാണ്. ഇപ്പോൾ കപൂർ ഫാമിലി നമുക്കറിയാം, അവരൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഈ ഡ്രാമ തുടങ്ങുന്നത് തന്നെ കപൂർ ഫാമിലിയുടെ ഫ്ലാറ്റിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു മിഡിൽ ക്ലാസ് വ്യക്തികളുടെ ലൈഫിൽ എന്തൊക്കെയാണ് അവരുടെ പെരുമാറ്റം, നോക്കറാണിയോ കെ പ്രതി ഉൻകാ വ്യവഹാർ, ജോലിക്കാരികളുടെ പ്രതി, അത് തുടക്കത്തിൽ വളരെയധികം ആദ്യത്തെ സീൻസിൽ സക്കുബായി പറയുന്നുണ്ട്, ശകുന്തള പറയുന്നുണ്ട്. വലിച്ചു വാരി ഇട്ടിട്ടങ്ങ് പോവും എല്ലാവരും. അവർക്ക് ഒക്കുന്ന ജോലി പോലും അവർ ഈ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ആൾക്കാർ ചെയ്യത്തില്ല. കാരണം അവരുടെ ധാരണ എന്താണ്, ജോലിക്കാരിയെ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ അവർ ചെയ്യട്ടെ. അത് ശകുന്തള ആദ്യത്തെ സീൻസിലൊക്കെ വളരെ വികാരഭരിതയായി പറയുന്നുണ്ട്. അതുപോലെ അല്പം ഒന്ന് ലീവ് ചോദിച്ചാൽ 1-2 മണിക്കൂർ മുമ്പേ ഒന്ന് പോകണമെന്ന് പറഞ്ഞാൽ അവർ വിടത്തില്ല. എല്ലാ ജോലിയും വീട്ടിലെ ചെയ്യണം. അങ്ങനത്തെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. പിന്നെയുണ്ട് മധ്യവർഗീയ സിറ്റുവേഷൻസ് ഒരുപാട് പറയുന്നുണ്ട്. മക്കൾ 2 മക്കളാണ്, പൊമേലായും റോക്കിയും. അവർക്ക് ഇഷ്ടം പോലെ ഭക്ഷണ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണത്തിൻ്റെ വില അറിയില്ല, പുറകേ നടന്ന് തീറ്റിക്കണം. അപ്പോൾ ശകുന്തള ഇവിടെ പറയുന്നുണ്ട്, എൻ്റെ ചേരി പ്രദേശത്താണെങ്കിൽ ഒരു 2 ബിസ്ക്കറ്റ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കണ്ട എൻ്റെ പുറകെ ഒരു കൂട്ടം കുട്ടികൾ, വിശന്ന് ദാഹിക്കുന്ന കുട്ടികൾ വരും. വിശന്ന് വലയുന്ന കുട്ടികൾ എൻ്റെ പുറകെ ഒന്ന് തായോ തായോ എന്നും പറഞ്ഞ് വരും. ഇവിടെയാണെങ്കിൽ ഈ മധ്യവർഗീയ ഫാമിലിയിൽ എങ്ങനെയാണ്, സർപ്ലസ് സാധനങ്ങളുണ്ട്, അതുകൊണ്ട് കുട്ടികൾക്ക് അതിൻ്റെ വിലയില്ല. കുട്ടികളുടെ പുറകേ നടക്കണം. പിന്നെ പഠിക്കില്ല, അവർ ടി വിയും കണ്ട്, റോക്കി ഫുൾ ടൈം ടി വി ക്രിക്കറ്റാണ്. അങ്ങനെ മധ്യവർഗീയ ജീവൻ, മഹാനഗരീയ ജീവൻ, അതുപോലെ കപൂർ ഫാമിലിയിലുണ്ടാവുന്ന ഇഷ്യൂസ്, എങ്ങനെ മധ്യവർഗീയ ഫാമിലിയിൽ ഫോണിലൂടെ മിസ്റ്റർ കപൂർ വേറൊരു ലേഡിയായിട്ട് ഇൻവോൾവ് ആവുന്നു, അതെങ്ങനെ ആ ഒരു കുടുംബത്തിനെ ബാധിക്കുന്നു, അതെല്ലാം മധ്യവർഗീയ ജീവനാണ്, അതിൻ്റെ പെഹലുവാണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് സിയിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യാനുള്ളത്. ഇതിൽ തന്നിരിക്കുന്നത് 2 ക്വസ്റ്റ്യൻസ് ഗദ്യതാരയിൽ നിന്നും തന്നു, 2 സക്കുബായിൽ നിന്ന് തന്നു. പക്ഷേ നമ്മൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് പേപ്പറിലേക്ക് പോകുമ്പോൾ പാർട്ട് സിയിൽ ഒരു ടോട്ടലി ഡിഫറെൻറ്റ് സീനാണ് കാണുന്നത്. അവിടെ സക്കുബായിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അവിടെ അവർ ഗദ്യതാരയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പം നിങ്ങൾക്കിത് പ്രതീക്ഷിക്കാം, സക്കുബായിൽ എല്ലാ പോർഷൻസിലും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ സക്കുബായിനേക്കാളും വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത് ഗദ്യതാര ടെക്സ്റ്റിനാണ്. നോക്കൂ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ. പാർട്ട് സിയിൽ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് ഈക്വൽ വെയിറ്റേജ് ആണ് 2 ടെക്സ്റ്റിനും കൊടുത്തിരിക്കുന്നത്. 4 എസ്സേ ഉണ്ട്, ഇതിൽ ചോയ്സ് ഇല്ല കേട്ടോ. പാർട്ട് സിയിൽ യു ഹാവ് ടു അറ്റൻഡ് ഓൺലി 2. പാർട്ട് എയിലും ബിയിലും എല്ലാം അറ്റൻഡ് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ പാർട്ട് സിയിൽ യു ഹാവ് ടു അറ്റൻഡ് ഓൺലി 2 ക്വസ്റ്റ്യൻസ്. 4 ക്വസ്റ്റ്യൻസ് തന്നിട്ട് 4 എസ്സേ ക്വസ്റ്റ്യൻ തന്ന് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 10 മാർക്സ്. 4 ക്വസ്റ്റ്യൻ തന്നിട്ട് എനി 2 ആണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടത് 2 ക്വസ്റ്റ്യൻ ഗദ്യതാരയിൽ നിന്ന് വന്നു, 2 സക്കുബായിൽ നിന്ന് വന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ കാണുന്നത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ സക്കുബായിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ എസ്സേ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളൂ. ബാക്കി 3 എണ്ണവും ഗദ്യതാരയിൽ നിന്നാണ്. അപ്പോൾ അത് അവർ ആക്ച്വലി അത് വയലേറ്റ് ചെയ്ത്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ കഴിഞ്ഞ വർഷം ചോദിച്ചത് ഇങ്ങനെയാണ്, സക്കുബായി നാടക് മേ ചിത്രിത് സമസ്യാओं का परिचय दीजिए. ആ ഒരു ക്വസ്റ്റ്യൻ വളരെ വിശാലമായിട്ട് എല്ലാവർക്കും എഴുതാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. കാരണം സക്കുബായി നാടക് ഈസ് ഫുൾ ഓഫ് സമസ്യ, എല്ലാ സമസ്യ തന്നെയാണ്. നിമ്നവർഗീയ പരിവാർ की സമസ്യ, സ്ത്രീ പുരുഷ് की സമസ്യ, നോക്കറാണിയോं की സമസ്യ, പിന്നെ ബലാത്കാർ की സമസ്യ, അങ്ങനെ എല്ലാം സമസ്യ തന്നെ നിറഞ്ഞിരിക്കുന്ന ഒരു പതി പത്നി की സമസ്യ, ടോട്ടലി സമസ്യകളാണ്. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല, കാരണം ആദ്യം മുതൽ അവസാനം വരെ. അതുപോലെ സ്ത്രീയോങ്കോ
ലഡ്ക്കിയോ കോ ന പഠാനേക്ക് സമസ്യ, ആൺകുട്ടികളെ മാത്രമേ പഠിപ്പിക്കൂ, പെൺകുട്ടികളെ ജോലിക്ക് നിർത്തുന്നു, എല്ലാ സമസ്യകൾ തന്നെയാണ്. ജോലിക്കാരികളുടെ ജോലി ഭാരം സമസ്യയായിട്ട് കാണിക്കുന്നുണ്ട്. ജോലിക്കാരികൾക്ക് ലീവ് കൊടുക്കുന്നില്ല. തുടക്കത്തിൽ കാണിക്കുന്നത് മിസ്റ്റർ ആൻഡ് മിസ്സസ് കപൂറിൻ്റെ വീട്ടിൽ ശകുന്തള നിൽക്കുമ്പോൾ ആവശ്യത്തിന് അവരുടെ വീട്ടിൽ വെള്ളം പൊങ്ങുന്ന, വെള്ളപ്പൊക്കമാണ്, അവരുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം നനയുന്ന, മകൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ജോലിയെല്ലാം കഴിഞ്ഞെങ്കിലും ഒരു മണിക്കൂർ മുമ്പേ വീട്ടിൽ പോകാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഈ അൺഓർഗനൈസ്ഡ് സെക്ടർ, ഈ നോക്രാണികളുടെ ലൈഫിലുള്ള സമസ്യ, അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെ അല്പം ഒന്ന് ഫ്രീ ആയിട്ട് വിടുന്നില്ല. പിന്നെ വീട്ടിൽ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ കാണിക്കുന്നുണ്ടല്ലേ, ആ മധ്യവർഗീയ ഫ്ലാറ്റിലേക്ക് കയറി വരുമ്പോൾ എല്ലാ സാധനങ്ങളും അങ്ങ് വലിച്ചു വാരിയിട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി പോലും ആരും ചെയ്യത്തില്ല. കാരണം വീട്ടിൽ ജോലിക്കാരി ഉണ്ടല്ലോ, അവൾ വരുമല്ലോ. അപ്പോൾ എല്ലാം ജോലിയും ജോലിക്കാരികളുടെ മുകളിൽ ഏൽപ്പിക്കുന്ന സമസ്യ. പിന്നെ അതിനുശേഷം ശകുന്തള ഓരോ വീടുകളിൽ പോകുമ്പോൾ ആ വീടുകളിൽ കാണുന്ന വൃത്തികേടുകളും ഒക്കെ കാണേണ്ടി വരുന്ന ഒരു സമസ്യ. ഒരു കൊച്ചുകുട്ടി എന്ന നിലയ്ക്ക് ഒരു 10-12 വയസ്സുള്ളപ്പോൾ അമ്മയുടെ കൂടെ പല വീടുകളിൽ ജോലിക്ക് പോകുന്ന ശകുന്തള അവിടെ റൂങ്ട സാഹബും ഒരു സിനിമാ നടിയും തമ്മിലുള്ള ഒരു വൃത്തികെട്ട സീൻസൊക്കെ കാണേണ്ട ഒരു സിറ്റുവേഷൻ, അതും ഒരു സമസ്യയാണ്. അത് കൊച്ചു കുട്ടികളുടെ മനസ്സിൽ എന്തൊക്കെ പ്രഭാവം ചെലുത്തുന്നു, നെഗറ്റീവ് ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം വാസന്തി, വളർന്നു വരുന്ന വാസന്തി, അമ്മയുടെ സാന്നിധ്യമില്ലാതെ വളരുന്ന വാസന്തി യൗവനത്തിലെത്തുമ്പം വളരെയധികം എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്വഭാവമാവുന്നു. അവൾ ആരെയോ പ്രേമിച്ച് പോകുന്നു, പക്ഷേ അവസാനം എത്തിപ്പറ്റുന്നത് കാമാത്തിപുരയിലാണ്, പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ സ്ട്രീറ്റിലാണ് എത്തിപ്പെടുന്നത്. എന്നിട്ട് അവിടെ ആത്മഹത്യ ചെയ്യുന്നു. ഒരു നല്ല ജീവിതം മോഹിച്ച് ഒരു പുരുഷൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കുന്ന വാസന്തി, പക്ഷേ ട്രാജിക് എൻഡാണ്. അവസാനം കാശില്ലാതെ ശരീരം വിറ്റ് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന വാസന്തി, അതൊരു സമസ്യയാണ്. പിന്നീട് എയ്ഡ്സ് രോഗം, ഈ യശ്വന്തിൻ്റെ സ്വഭാവം, എയ്ഡ്സ് ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്. അപ്പോൾ യശ്വന്തിൻ്റെ വഴിവിറ്റ ജീവിതം എങ്ങനെ അയാളുടെ ലൈഫിനെ ഡെസ്ട്രോയ് ചെയ്യുന്നു, അതൊരു സമസ്യ. അങ്ങനെ ആകെ മൊത്തം സക്കുബായി നാട്ടക് ഈസ് ഫുൾ ഓഫ് സമസ്യ. അത് നിങ്ങൾക്ക് വളരെ വിസ്തരിച്ച് 3-4 പേജായിട്ട് എഴുതണം. 10 മാർക്ക് ക്വസ്റ്റ്യനാണ്, നല്ല പോലെ എഴുതണം. അപ്പോൾ സ്പീഡിൽ എഴുതി ഒരു ശീലം വേണം. സോ നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറും ഈ പുതിയ പാറ്റേൺ 2019 ഈ സിലബസ് റിഫോം ചെയ്തേ പിന്നെ ഈ ഒരു ഒറ്റ എക്സാമേ ഫസ്റ്റ് സെമ്മിൽ നടന്നിട്ടുള്ളൂ, ഈ 2019. നെക്സ്റ്റ് നിങ്ങളാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ആ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടു. ഇൻ ഷോർട്ട്, നിങ്ങൾ ഈ ടെക്സ്റ്റ് നല്ല ഡീപ്പായിട്ട് റീഡ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും റീഡ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോസ് വ്യൂ ചെയ്താൽ നിങ്ങൾക്ക് നല്ലപോലെ എഴുതാൻ പറ്റും. മാക്സിമം നല്ല ലാംഗ്വേജിൽ, നീറ്റ് ഹാൻഡ് റൈറ്റിങ്ങിൽ മാക്സിമം നല്ലപോലെ എഴുതുക. നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സക്കുബായിനെ റിലേറ്റഡ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് കുറേ കൂടെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് വേണമെങ്കിൽ ഇത് സൈറ്റിൽ നിന്ന് ഞാൻ റാൻഡമായിട്ട് നോക്കിയപ്പം കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ ആണ്, സക്കുബായി റിലേറ്റഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ തന്നെ ഇത് വായിച്ച് ഇത് ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻകാരുടെ ക്വസ്റ്റ്യനാണ്. എനിവേ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. സക്കുബായിയുടെ ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾക്ക് ഫർദർ റെഫറൻസിന് വേണ്ടി ഇത് ഉപയോഗിക്കാം. ഓക്കെ, ബൈ.